ദിനു, ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനായി പോലീസ് വലവിരിച്ചു എന്ന് പറഞ്ഞിട്ടിപ്പോൾ 3 ദിവസം പൂർത്തിയാവുകയാണ്. ഇതിനിടയ്ക്ക് രാഹുൽ മാങ്കുട്ടത്തിനായി വരുന്ന ശബ്ദങ്ങൾ എവിടെ നിന്നൊക്കെ ഏതൊക്കെ കോളിൽ നിന്നാണെന്ന് ദിനവും ശ്രദ്ധിച്ചു കാണും. അതിജീവിത പരാതി നൽകരുത് എന്ന ഉദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു, അത്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു, നമുക്കറിയാം. പരാതി നൽകിയ ശേഷം അത് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തുകൂടായിരുന്നു എന്ന ചോദ്യമാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത ശേഷവും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവിടെ പരാതിപ്പെടാൻ ആരും ധൈര്യപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാകില്ലേ? എന്തുകൊണ്ട് വൈകി എന്നിപ്പോൾ വ്യക്തമാവുകയല്ലേ? കേരളത്തിനകത്ത് ഒരു വ്യക്തി ലൈംഗിക അതിക്രമം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അതിന് ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇവിടെ രാഹുൽ ഈശ്വരും കൂട്ടരും നടത്തുന്ന ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക്, റേപ്പ് കൾച്ചർ പേറുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ അടുത്ത് പോയിട്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് മാത്രം ഈ പറഞ്ഞ പരാതി കൊടുത്താൽ മതി എന്ന് പറയുന്നത്, സ്കൂളിൽ നിന്ന് TC കൊടുക്കുമ്പോൾ ഗുഡോ ബാഡോ എന്ന് എഴുതുന്ന പരിപാടിയല്ല ഇത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തി, ഏറ്റവും അധികം ട്രോമ അനുഭവിച്ച ഒരു വ്യക്തി അതിജീവിതയായതിനു ശേഷം ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു മുറിവ് തുറന്നു പറയുന്ന സമയത്ത് കൂട്ടം ചേർന്നുകൊണ്ട് സൈബർ ഇടത്തിൽ കൊണ്ട് അവരെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഒരു സൈബർ ലിഞ്ചിങ്ങിന്റെ ട്രെൻഡായി തന്നെ കേരളത്തിനകത്ത് രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവർ ഉണ്ടാക്കുന്ന ഒരു അജണ്ട എന്താണ്? ഗുഡ് സർവൈവർ, ബാഡ് സർവൈവർ, നല്ല ലക്ഷണമൊത്ത അതിജീവിതമാർ, ലക്ഷണമൊത്തതല്ലാത്ത കുറെ അതിജീവിതമാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈംഗിക അതിക്രമം നേരിട്ട വ്യക്തിയെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് പൊതു ഇടത്തിലേക്ക് അവരെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി വലിച്ചെറിയുക എന്നുള്ള കാര്യം കഴിഞ്ഞ ഒരു 1-2 വർഷമായി തുടർച്ചയായി ഏത് ലൈംഗിക അതിക്രമം പരാതി എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്താണ് വിഷയമാകേണ്ടത്? നോക്കൂ, സർവൈവർ ആയിട്ടുള്ള വന്ന ആൾ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് എന്തിനാണ് ഇവരിത്ര കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. ഇവരെന്താണ് നോക്കേണ്ടത്? മനുഷ്യരായിട്ടുള്ള നമ്മൾ, കമ്പാഷൻ ഉള്ള, ഹ്യൂമാനിറ്റി ഉള്ള ഒരു മനുഷ്യൻ എന്താണ് നോക്കേണ്ടത്? അപ്പുറത്ത് നിൽക്കുന്ന ശക്തനായുള്ള ഒരു വ്യക്തി, പ്രതിനിധി, രാഷ്ട്രീയ പ്രതിനിധി, MLA സ്ഥാനം ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ? ആ വ്യക്തി നിർബന്ധിതമായി ഈ ക്രൈമിന് വേണ്ടി പിൽസ് പോലും ഉപയോഗിക്കുന്ന കാര്യത്തിനകത്ത് മാനിപ്പുലേറ്റഡ് ആയിട്ട് ഒരു കൺസെന്റ് നേടിയെടുത്തിട്ടുണ്ടോ? ഈ വ്യക്തി എങ്ങനെയാണ് ഒരു കുഞ്ഞിന്റെ ജീവൻ പോലും നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നത്? ഈ ചോദ്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് അതിജീവിത കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് ഇവരെന്തിനാണ് ഇത്ര നോക്കേണ്ടത്? വളരെ കൃത്യമായി കൊണ്ട് ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ് അവരെങ്കിൽ, ഈ പരാതിയുമായി മുന്നോട്ടേക്ക് വന്നെങ്കിൽ അത് പൊതുസമൂഹത്തിന് അഭിപ്രായ രൂപീകരണത്തിന് ഇട്ടുകൊടുക്കുന്നതാണ്. ഇവൾ ശരിയല്ല, ഇവളുടെ പരാതി ശരിയല്ല, ഇതിൽ നീതി കിട്ടേണ്ടത് ഈ പറയുന്ന അടൂർ പ്രകാശിന്റെ ഭാഷയിൽ ഇരയായ രാഹുൽ മാങ്കുട്ടത്തിലാണ്. ഇങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണത്തിന് പൊതുസമൂഹത്തിന് ഇട്ടുകൊടുക്കുകയാണ് ഈ വിഷയം. തീർച്ചയായിട്ടും ഇത് ചായയാണോ കോഫിയാണോ നല്ലതെന്നതോ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനകത്തുള്ള ക്രിറ്റിസിസമോ അല്ലല്ലോ. വളരെ കൃത്യമായിക്കൊണ്ട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ രാഹുൽ ഈശ്വർ അടക്കമുള്ള മനുഷ്യർ ഇത്രയധികം ട്രോമ അനുഭവിച്ച ഒരു മനുഷ്യന്റെ വേദനയ്ക്കൊപ്പം ഏതെങ്കിലും ഒരു സമയം അവർ അനുഭവിക്കേണ്ടി വന്ന ട്രോമയെ കുറിച്ച് ഓർക്കുക പോയിട്ട് അതിൻ്റെ ഒരു ബേസിക് ഹ്യൂമാനിറ്റി പോലും ഇവർക്കുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയം എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു 8 വർഷമായിട്ടെങ്കിലും ദിശ പോലുള്ളൊരു സംഘടനയിലൂടെ നിരന്തരം ലൈംഗിക അതിക്രമം നേരിടുന്ന മനുഷ്യരെ കേൾക്കുകയും ഉറക്കങ്ങൾ പോലും നഷ്ടപ്പെട്ടുകൊണ്ട് ശരീരഭാരം പോലും ലൂസ് ചെയ്തുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ഓരോ ദിവസവും റീവിക്ടിമൈസ് ചെയ്യപ്പെടുന്ന മനുഷ്യരെ കേൾക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി കൊണ്ട് അവൻ അനുഭവിച്ച സെക്ഷൽ അസാൾട്ടിനേക്കാൾ കൂടുതൽ ഭീകരമായിട്ടുള്ള സൈബർ വെർബൽ ലിഞ്ചിങ് തന്നെയാണ് ഇത്തരം മനുഷ്യർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഏതെങ്കിലും വിധത്തിൽ ഈ അതിജീവിത വിവാഹിതയാണെങ്കിൽ അത് തെളിയിക്കുന്നത് അവരുടെ ക്യാരക്ടർ മോശമാണെന്നുള്ളതല്ല, മറിച്ച് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് പോലും അവർ സമൂഹത്തിൽ തനിക്കേൽക്കേണ്ടി വന്ന അപമാനത്തെക്കുറിച്ച്, തനിക്കേൽക്കേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു എന്നുള്ളത് അവരുടെ ക്യാരക്ടർ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. മറിച്ച് അവരുടെ ക്യാരക്ടർ മോശമാണെന്നല്ല, അവരുടെ ക്യാരക്ടർ എത്രത്തോളം ശക്തമാണെന്നതും തന്റെ കൺസെന്റ് എങ്ങനെയാണ് മാനിപ്പുലേറ്റഡ് ആക്കിക്കൊണ്ട് അപ്പുറത്ത് നിന്നുള്ള വ്യക്തി വാങ്ങിച്ചെടുത്തത് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഈ കൃത്യമായൊരു റേപ്പ് കൾച്ചർ ആർട്ടിക്കിൾ 21 പ്രകാരം മരിച്ച മനുഷ്യന് പോലും അന്തസ്സുണ്ട് എന്ന് പറയുന്ന സമയത്ത്
അപമാനമേൽക്കേണ്ടി വന്ന മനുഷ്യർക്ക്, അതിക്രമമേൽക്കേണ്ടി വരുന്ന മനുഷ്യരെ ഇത്തരത്തിൽ സോഷ്യൽ ബോയ്ക്കോട്ടിങ്ങിന് വിടുന്ന ആളുകളെ കൃത്യമായി കൊണ്ട് ശിക്ഷിക്കുവാനുള്ള നിയമ നടപടികളും സംവിധാനങ്ങളും നമ്മൾക്ക് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഈ പറയുന്ന കോളറിനകത്ത് 3 പതാക വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ പതാകയുള്ള ഇന്ത്യൻ ഭരണഘടന പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്ന മൊറാലിറ്റി അല്ല, വിവാഹം കഴിച്ചോ എന്നുള്ള മൊറാലിറ്റി അല്ല, മറിച്ച് ഭരണഘടനാ ധാർമ്മികതയാണ് ഈ രാജ്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിനിമം നാണമുണ്ടെങ്കിൽ, മിനിമം എന്തെങ്കിലും ഒരു ഹ്യൂമാനിറ്റി ഉണ്ടെങ്കിൽ ഈ മനുഷ്യരെല്ലാം തന്നെ അതിജീവിതരായിട്ടുള്ള മനുഷ്യർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവർ പറയുന്ന പോലെ തന്നെ ഇവരുടെ കെയർ എന്താണ്? ഈ ഹൂ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരുടെ കെയർ ആരോടാണ്? എല്ലാ സമയങ്ങളിലും ആക്രമണം നടത്തുന്ന മനുഷ്യരോടാണ് ഇവരുടെ കെയർ ഉള്ളത്. കുറച്ചുപേർ ആരുടെയും പിന്തുണ ഇല്ലാത്തവർ, ഇതാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വർ മാത്രമല്ലോ, മെൻസ് അസോസിയേഷൻ ഒരു സംവിധാനമുണ്ട്. ഈ പറയുന്നവർക്കൊക്കെ മാലയിട്ട് സ്വീകരിക്കാൻ ഇവർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അവരുടെ സംവിധാനം ഇപ്പോൾ വളർന്ന് പന്തലിച്ച് അതങ്ങ് വലുതാവുന്നുമുണ്ട്. പുരുഷന്മാർക്ക് അപമാനമാണിവർ, ഒരു സംശയവുമില്ല. നീതിയിൽ വിശ്വസിക്കുന്ന പുരുഷന്മാർക്ക് മൊത്തം അപമാനമാണ് ഈ പറയുന്ന മെനിനിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന അക്രമകാരികളായിട്ടുള്ള റേപ്പ് കൾച്ചർ പേർന്ന മനുഷ്യന്മാർ. പുരുഷന്മാർക്ക് മൊത്തം അപമാനമാണ്. രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകളുടെ യൂട്യൂബ് അക്കൗണ്ടുകൾ, ഈ പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, ഇവയ്ക്കൊക്കെ എതിരെ IT ആക്ട് 2021 റൂള് പ്രകാരമുള്ള 3 സെക്ഷൻ പ്രകാരമുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ട് ഇതൊക്കെ പൂട്ടിക്കെട്ടാനുള്ള നടപടി കൊണ്ട് കൂടി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുകൂടി പോലീസിന്റെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.